നമസ്കാരം. പ്രധാന വാർത്തകൾ. അമ്മയനങ്ങുന്നില്ല. ചുട്ടുപൊള്ളുന്ന റോഡിൽ തനിച്ചായി 5 വയസ്സുകാരൻ. നഗ്നപാതനായി കുടിനീർ തേടിയ ആ കുഞ്ഞിന് മുന്നിൽ അടഞ്ഞത് മനുഷ്യത്വത്തിന്റെ വാതിലുകൾ. ലക്നൗ. ലോകം മുഴുവൻ അമ്മയിലൊതുങ്ങുന്ന ഒരു 5 വയസ്സുകാരന്റെ മുന്നിൽ ആ ലോകം പെട്ടെന്നൊരു നിമിഷം നിശ്ചലമായി. ഉരുകിയൊലിക്കുന്ന ടാറിട്ട റോഡിന്റെ ചൂടിലും അലറിവിളിച്ചു കരഞ്ഞ് തന്റെ അമ്മയ്ക്കായി ഒരു തുള്ളി വെള്ളം തേടി ആ കുഞ്ഞ് പാഞ്ഞത് കണ്ടുനിന്നവരുടെ കല്ലിച്ച മനസ്സുകളിലേക്കാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഈ ദയനീയ ദൃശ്യങ്ങൾ ഇന്ന് ഓരോ മലയാളിയുടെയും ഉള്ളുലയ്ക്കുന്ന നൊമ്പരമായി മാറിയിരിക്കുകയാണ്. അമ്മയെന്ന തണൽ വീണപ്പോൾ, കത്തുന്ന വേനൽച്ചൂടിൽ വഴിയരികിൽ വെച്ച് ആ അമ്മ ബോധരഹിതയായി വീണതോടെയാണ് കുഞ്ഞിന്റെ ലോകം തകർന്നത്. അമ്മേ എന്ന വിളി കേട്ടിട്ടും ആ കണ്ണുകൾ തുറക്കാതായപ്പോൾ ഉണ്ടായ ഭയം ആ കുഞ്ഞിന്റെ മുഖത്ത് വ്യക്തമായിരുന്നു. ചുട്ടുപൊള്ളുന്ന റോഡിലൂടെ ചെരുപ്പില്ലാതെ, കാലുകൾ പൊള്ളിപ്പിടയുമ്പോഴും ആ വേദനയറിയാതെ അവൻ ഓടിയത് തന്റെ അമ്മയെ തിരികെ കിട്ടാനായിരുന്നു. മരവിച്ച ക്യാമറക്കണ്ണുകൾ കുട്ടി തകർന്ന് കരയുന്നതും വെള്ളത്തിനായി കൈനീട്ടുന്നതും കണ്ട് സഹായത്തിനെത്തുന്നതിന് പകരം ഫോണിൽ വീഡിയോ പകർത്താനായിരുന്നു അവിടെയുണ്ടായിരുന്നവർക്ക് തിരക്ക്. കൂടെ നടന്ന് ദൃശ്യങ്ങൾ പകർത്തിയ വ്യക്തിയടക്കം ആരും ആ കുഞ്ഞിന്റെ ഭയമോ നൊമ്പരമോ കണ്ടില്ല. പരിഭ്രമത്തോടെ അടുത്തുവരുന്ന കുട്ടിയെ തട്ടിമാറ്റാനും ചിലർ മടിച്ചില്ല എന്നത് മനുഷ്യത്വം എത്രത്തോളം മരവിച്ചു എന്നതിന്റെ തെളിവായി. മനസ്സാക്ഷിക്കേറ്റ മുറിവ്. ഈ വാർത്തയും ദൃശ്യങ്ങളും പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് പുകയുന്നത്. ആ കുഞ്ഞിന്റെ കാലിലെ പൊള്ളലിനേക്കാൾ ആഴമുള്ളത് അവന്റെ മനസ്സിലേറ്റ ഭയമാണ് എന്ന് പലരും കുറിച്ചു. അമ്മ ബോധരഹിതയായി കിടക്കുമ്പോൾ താൻ തനിച്ചായിപ്പോകുമോ എന്ന ആ 5 വയസ്സുകാരന്റെ ആധി കാണാൻ ഒരു ക്യാമറക്കണ്ണുകൾക്കും സാധിച്ചില്ല. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്തിൽ മനുഷ്യന്റെ വേദനയറിയാത്ത ഒരു തലമുറ വളരുന്നു എന്ന ഭീതിതമായ സത്യമാണ് ഈ വാർത്തയിലൂടെ ഒരിക്കൽ കൂടി വെളിപ്പെടുന്നത്. ആ കുഞ്ഞിനും അമ്മയ്ക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം തേടുകയാണ് ഇപ്പോൾ അധികൃതർ.